നമസ്കാരം. ഭാരതത്തിൻ്റെ സമുദ്ര സുരക്ഷയിലും പരിസ്ഥിതി സംരക്ഷണത്തിലും ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ICGS സമുദ്രപ്രതാപ് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഗോവയിൽ വച്ച് നിർവഹിച്ച ഈ ചടങ്ങ് രാജ്യത്തിൻ്റെ തദ്ദേശീയ കപ്പൽ നിർമ്മാണ രംഗത്തെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. ഭാരതത്തിൻ്റെ സമുദ്രതീരങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം സമുദ്ര മലിനീകരണം തടയാനുള്ള അത്യാധുനിക സംവിധാനങ്ങളുമായിട്ടാണ് ഈ കപ്പൽ നീറ്റിലിറങ്ങിയിരിക്കുന്നത്. സമുദ്രത്തിൻ്റെ പ്രതാപം എന്നർത്ഥം വരുന്ന സമുദ്രപ്രതാപ് എന്ന പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ഭീമാകാരവും കരുത്തുറ്റതുമാണ് ഈ പുതിയ പോർക്കപ്പൽ. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ഈ കപ്പൽ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുവയ്പ്പിന് ഊർജ്ജം പകരുന്നു. സമുദ്രപ്രതാപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് എന്നതാണ്. കപ്പലിലെ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും 60% തദ്ദേശീയമായ ഘടകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പക്കലുള്ള ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നാണിത്. സമുദ്രത്തിലുണ്ടാകുന്ന എണ്ണച്ചോർച്ച പോലെയുള്ള മലിനീകരണ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാനും തീപിടുത്തം അണയ്ക്കുവാനും തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുവാനും ഈ കപ്പലിന് സാധിക്കും. മലിനീകരണ നിയന്ത്രണത്തിനോടൊപ്പം തന്നെ ദീർഘദൂര നിരീക്ഷണത്തിനും തീരദേശ പെട്രോളിങ്ങിനും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന മൾട്ടി ഡൈമെൻഷണൽ പ്ലാറ്റ്ഫോമായാണ് ഇതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഏകദേശം 4170 ടൺ ഭാരവും 114.5 മീറ്റർ നീളവുമുള്ള ഈ കപ്പലിന് മണിക്കൂറിൽ 22 നോട്ടിക്കൽ മൈലിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ യുദ്ധക്കപ്പലുകളിലെ തദ്ദേശീയ ഘടകങ്ങളുടെ അളവ് 90% എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രതിരോധ മന്ത്രി ചടങ്ങിൽ വ്യക്തമാക്കി. ആധുനിക കാലത്തെ സമുദ്ര വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ കപ്പൽശാലകൾ സജ്ജമാണ് എന്നതിൻ്റെ തെളിവാണ് സമുദ്രപ്രതാപ്. സമുദ്ര പരിസ്ഥിതി സംരക്ഷണം കേവലം ഒരു നയമല്ല, മറിച്ച് അതൊരു ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ സമുദ്ര മലിനീകരണത്തിനെതിരെ പോരാടാനുള്ള ഇത്രയും അത്യാധുനികമായ സംവിധാനങ്ങൾ സ്വന്തമായുള്ളൂ. ബ്ലൂ എക്കോണമി അഥവാ സമുദ്ര സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിലൂടെ തീരദേശവാസികളുടെ ഉപജീവനവും രാജ്യത്തിൻ്റെ വ്യാപാര സുരക്ഷയും ഉറപ്പാക്കാൻ ഈ കപ്പൽ സഹായിക്കും. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിലും സമുദ്രപ്രതാപ് ഒരു വലിയ മാതൃകയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു മുൻനിര കോസ്റ്റ് ഗാർഡ് കപ്പലിൽ ആദ്യമായി 2 വനിതാ ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നു എന്നത് ചരിത്രപരമായ ഒരു തീരുമാനമാണ്. സൈന്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ലിംഗസമത്വം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പൈലറ്റുമാരായും എയർ ട്രാഫിക് കൺട്രോളർമാരായും സ്ത്രീകൾ ഇതിനകം തന്നെ തങ്ങളുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. സമുദ്രപ്രതാപിലെ വനിതാ സാന്നിധ്യം വരും തലമുറയിലെ പെൺകുട്ടികൾക്ക് വലിയ പ്രചോദനമായി മാറും. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം കോസ്റ്റ് ഗാർഡ് ഒരു ഇൻ്റലിജൻസ് അധിഷ്ഠിത സേനയായി മാറേണ്ടതിൻ്റെ ആവശ്യകതയും പ്രതിരോധ മന്ത്രി ഊന്നി പറഞ്ഞു. സൈബർ സുരക്ഷയും സമുദ്ര നിയമപാലനവും വരും കാലങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള മേഖലകളായി മാറും. സമുദ്രപ്രതാപിൻ്റെ പ്രവർത്തന കേന്ദ്രമായി കൊച്ചിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് നമ്പർ 4 കീഴിലായിരിക്കും ഈ കപ്പൽ പ്രവർത്തിക്കുക. അത്യാധുനിക മലിനീകരണ കണ്ടെത്തൽ സംവിധാനങ്ങൾ, ഹെലികോപ്റ്റർ ലാൻഡിംഗ് സൗകര്യങ്ങൾ, പ്രത്യേക മലിനീകരണ പ്രതികരണ ബോട്ടുകൾ എന്നിവ സമുദ്രപ്രതാപിനെ സമാനതകളില്ലാത്ത കരുത്തനാക്കുന്നു. കടലിലെ ഏത് പ്രക്ഷുബ്ധമായ അവസ്ഥയിലും കൃത്യമായി പ്രതികരിക്കുവാൻ ഈ കപ്പലിന് ശേഷിയുണ്ട്. സമുദ്രത്തിലൂടെയുള്ള ഭീഷണികളെയും വെല്ലുവിളികളെയും നേരിടാൻ ഭാരതം സജ്ജമാണെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ പുതിയ കപ്പലിൻ്റെ കമ്മീഷനിങ്ങിലൂടെ രാജ്യം ലോകത്തിന് നൽകിയത്. വെബ് ഡെസ്ക് തത്തുമൈ TV.